അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു എന്ന ആശയത്തെ മുൻനിർത്തി യാ ബുനയ്യ ഇന്നി ഊസീഖ്, മോനെ നിനക്കു ഞാൻ ചില ഉപദേശങ്ങൾ നൽകാം എന്ന പ്രമേയമാണ് ഈ ആഴ്ച ഈ ജുമുഅ ഖുതുബ കൈകാര്യം ചെയ്യുന്നത്. ആമുഖമായി ഉസീകുമു ബിതുഖൽ ഇലാഹി ഫഇന്നഹു യുഅ്തിർ റഗായിബ മൻ യശാഉ വയംനഉ. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ വഴിപ്പെടുവാനും ഭയപ്പെടുവാനും ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. കാരണം അവൻ മാത്രമാണ് അവൻ ഉദ്ദേശിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതും ആ ആഗ്രഹങ്ങൾ തടഞ്ഞുവെക്കുന്നതും. വബിബിർരി വാലിദിക്കും വത്വാഅതി ഉമ്മിക്കും ഇന്നൽ അബറ മിനൽ ബനീനൽ അത്വഉ. ഉപ്പാക്ക് നന്മ ചെയ്യണമെന്നും ഉമ്മയെ വഴിപ്പെടണമെന്നും ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. കാരണം മക്കളിൽ ഏറ്റവും നന്മയുള്ളവൻ ഏറ്റവും കൂടുതൽ അവരെ വഴിപ്പെടുന്നവനാണ്. തഖ്വ എന്നാൽ കഴിഞ്ഞുപോയവർക്കും വരാനിരിക്കുന്നവർക്കും അള്ളാഹു നൽകിയ വലിയ വസിയ്യത്താണ്. അള്ളാഹു പറഞ്ഞു, വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം നൽകിയിട്ടുള്ള ഉപദേശം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. ഒരു പിതാവ് മകന് നൽകുന്ന ഏറ്റവും മഹത്തരമായ ഉപദേശം തഖ്വയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ ഉപദേശിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, യാ ബുനയ്യത്തഖില്ലാഹ് ഫഇന്ന മനിത്തഖല്ലാഹ വഖാഹ്. മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, കാരണം അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവനെ അള്ളാഹു സംരക്ഷിക്കും. വമൻ തവക്കല അലൈഹി കഫാ. ഏതൊരാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവൻ അള്ളാഹു മതിയാകും. വജഅലിത് തഖ്വ ഇമാദ ഖൽബിക വജിലാഅ ബസറിക്. അതുകൊണ്ട് തഖ്വയായിരിക്കണം നിന്റെ ഹൃദയത്തിൻ്റെ ആശ്രയവും കണ്ണിൻ്റെ തെളിമയും. സത്യവിശ്വാസികളെ, മക്കൾ രക്ഷിതാക്കളുടെ ജീവിതത്തിൻ്റെ ശോഭയും കണ്ണിൻ്റെ കുളിർമയും നിലനിൽപ്പിൻ്റെ ആശ്രയവും ഹൃദയഫലവുമാണ്. മക്കളിലൂടെ രക്ഷിതാക്കൾ കാണുന്നത് തങ്ങളുടെ കാലശേഷവും ദീർഘമായി നിലനിൽക്കുന്ന സ്വന്തം സാന്നിധ്യത്തെയാണ്, അവരുടെ തന്നെ ഭാവി ജീവിതത്തെയാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ തങ്ങളുടെ ചിന്തകളുടെ ആകത്തുകയും അനുഭവ പരിചയങ്ങളുടെ സത്തയും മക്കളുമായി പങ്കുവെക്കുന്നത്. തത്വജ്ഞാനികളിലൊരാൾ തൻ്റെ മക്കൾക്കു നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു, യാ ബനിയ ഇന്നി മുസവ്വിദുകും മിൻ നഫ്സി. മക്കളെ, ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് അഥവാ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചിലത് നിങ്ങൾക്ക് പകർന്നു തരികയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്നു പറഞ്ഞു, മക്കൾക്ക് ഉപകാരമുണ്ടാവുന്ന കാര്യങ്ങളിൽ അവരുടെ മാതാപിതാക്കളോളം ശ്രദ്ധയുള്ള വേറെയാരുമില്ല. മക്കളോട് സ്വന്തം മാതാപിതാക്കളോളം അനുകമ്പയുള്ള വേറെയാരുമില്ല. സ്വന്തം മക്കൾ തങ്ങളെക്കാൾ മഹത്വമുള്ളവരും ഔന്നത്യമുള്ളവരുമായി മാറുമ്പോൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നവർ രക്ഷിതാക്കളാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളോടുള്ള ഉപദേശങ്ങൾ എല്ലാ പ്രവാചകന്മാരുടെയും വീടകങ്ങളിൽ സമ്പന്നമായിരുന്നു. പണ്ഡിതന്മാരും തത്വജ്ഞാനികളും അത് നിരന്തരമായി ചെയ്യാറുണ്ടായിരുന്നു. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, കരുണാർദ്രനായ ഒരു പിതാവ് തൻ്റെ മകനു നൽകുന്ന ഉപദേശം ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യാ ബുനയ്യ ഇന്നി ഊസീഖ്. പൊന്നുമോനെ,
ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മക്കൾക്കു നൽകിയ ഉപദേശത്തെ വിശുദ്ധ ഖുർആൻ ശാശ്വതമാക്കിയിട്ടുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തങ്ങളുടെ മക്കൾക്ക് ആ ഉപദേശം നൽകി. മക്കളെ, അള്ളാഹു നിങ്ങൾക്കായി തെരഞ്ഞെടുത്ത ജീവിതമാർഗമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങളായല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോവരുത്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനു നൽകിയ ഉപദേശങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നും സ്വഭാവം സംസ്കരിക്കണമെന്നും എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും ലുഖ്മാൻ തൻ്റെ മകന് ഉപദേശം നൽകി. സന്താനങ്ങൾക്ക് ഏറ്റവും മഹത്തരമായ ഉപദേശം നൽകുന്നതിൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് സ്നേഹവും കാരുണ്യവും തുളുമ്പുന്ന വാചകങ്ങൾ കൊണ്ട് ഒരിക്കൽ പ്രവാചകർ ഇങ്ങനെയാണ് പറഞ്ഞത്: മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി. ഞാൻ നൽകുന്ന ഉപദേശങ്ങൾ കേൾക്കാതിരിക്കേണ്ട ഒരു സാഹചര്യവും നിനക്കില്ലല്ലോ എന്നു പറഞ്ഞ് പിന്നീട് ഭൗതികവും പാരത്രികവുമായ നന്മകളെക്കുറിച്ച് പ്രവാചകർ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഉപദേശം നൽകി. ഇത് അള്ളാഹുവിൻ്റെ അടിമകളായ സത്യവിശ്വാസികളുടെ പതിവാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. അഥവാ പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമയും കാരുണ്യവും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരിൽ ഉൾപ്പെടുക എന്നതാണ്. അവർ തന്നെയാണ് നന്മയുടെ വലതുപക്ഷക്കാർ. ജഅലനില്ലാഹു വ ഇയ്യാകും മിൻഹും. അള്ളാഹു എന്നെയും നമ്മെ ഓരോരുത്തരെയും നന്മയുടെ വലതുപക്ഷത്ത് ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അവർക്കുപകാരപ്രദമാവുന്ന കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധരാവുകയും ചെയ്യുന്ന രക്ഷിതാക്കളെ, ഉപദേശങ്ങൾ നൽകുക എന്നത് നമ്മുടെ തനതു പാരമ്പര്യമാണ്, വിശുദ്ധമായ ഇസ്ലാമിക മൂല്യമാണ്. ഈ ഉപദേശങ്ങൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉപകാരപ്രദമായ ചില ചിന്തകളെ വ്യാപിപ്പിക്കുകയും അവർക്കിടയിൽ സമഗ്രമായ അറിവ് പ്രചരിപ്പിക്കുകയും ചെയ്യും. ആ ഉപദേശങ്ങളുടെ തിളക്കം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. അവയുടെ ഫലം ഇല്ലാതാവുകയോ വെളിച്ചം കെട്ടുപോവുകയോ ചെയ്യുന്നില്ല. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന കെട്ടുബന്ധമാണ് ഇത്തരം വസിയ്യത്തുകൾ. വല്യുപ്പമാരിൽ നിന്ന് ഉപ്പമാർ നമുക്ക് പറഞ്ഞു തരികയും മക്കൾ ഉപ്പമാരിൽ നിന്ന് അനന്തരമായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ വസിയ്യത്തുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും നിങ്ങൾക്കു നൽകിയ ഉപദേശങ്ങൾ നിങ്ങൾ ഓർക്കണം. ആ ഉപദേശങ്ങളുടെ സൗരഭ്യം നിങ്ങളുടെ മക്കൾക്കു നിങ്ങൾ പകർന്നു നൽകണം. അള്ളാഹുവിനെ എപ്പോഴും വഴിപ്പെടണമെന്നും കുടുംബ ബന്ധം ചേർക്കണമെന്നും എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും നമ്മുടെ പരമ്പരാഗത ശീലങ്ങളെയും ഉത്തമമായ മൂല്യങ്ങളെയും മുറുകെ പിടിക്കണമെന്നും രാജ്യത്തിനും രാജ്യത്തിൻ്റെ നേതൃത്വത്തോടും പ്രതിബദ്ധതയുള്ളവരാവണമെന്നും നാം അവരെ ഉപദേശിക്കണം. അതേസമയം മക്കൾക്കു നാം നൽകുന്ന ഉപദേശങ്ങൾ ഏറ്റവും തെളിമയുള്ള വാക്കുകളിൽ പൊതിഞ്ഞുകൊണ്ടായിരിക്കണം. പരിശുദ്ധമായ വാക്കുകൾ കൊണ്ടാണ് നാം ഉപദേശം നൽകേണ്ടത്. അവരോടുള്ള നമ്മുടെ സ്നേഹവും ഇഷ്ടവുമെല്ലാം ആ വാക്കുകളിൽ പ്രകടമായിരിക്കണം. അതിനുവേണ്ടി ഏറ്റവും അനുയോജ്യമായ സാഹചര്യവും അനുകൂലമായ സന്ദർഭവും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയവരോടും വലിയവരോടുമുള്ള തൻ്റെ സാമീപ്യവും അവരോടുള്ള അടുപ്പവും നന്മയുടെയും മൂല്യങ്ങളുടെയും സന്ദേശങ്ങൾ അവർക്കു പകർന്നു നൽകാൻ ഫലപ്രദമായി
ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവത്തിൽ അത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വാഹനപ്പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രവാചകർ എന്നോട് പറയുന്നത്, യാ ഗുലാമു ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിന്നെ ചില വാചകങ്ങൾ പഠിപ്പിക്കാമെന്ന്. അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശങ്ങൾ നൽകുന്നതിനു മുമ്പ് സ്നേഹവും അടുപ്പവും അനുകമ്പയും ഇഷ്ടവും പ്രകടമാക്കുന്ന നല്ല വാക്കുകൾ പറഞ്ഞ് നൽകാനിരിക്കുന്ന ഉപദേശങ്ങളെ സ്വീകരിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കാറുണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മുആദു വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്, മുആദേ അല്ലാഹു തന്നെ സത്യം, എനിക്ക് താങ്കളെ വലിയ ഇഷ്ടമാണ്. മുആദ് റളിയല്ലാഹു അൻഹു അതിനു മറുപടി നൽകി, ബി അബി അൻത വ ഉമ്മി വല്ലാഹി ഇന്നി ലഉഹിബ്ബുക്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ എനിക്കു താങ്കളോടും വലിയ ഇഷ്ടമാണ്. ശേഷം പ്രവാചകർ ഉപദേശം നൽകി, യാ മുആദു ഇന്നി ഊസീക്, മുആദേ ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകാമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളും അവരുടെ സ്ഥാനത്തുള്ള നിങ്ങളുടെ അമ്മാവന്മാരും പിതൃവ്യന്മാരും നൽകുന്ന ഉപദേശങ്ങളെ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഫഇന്നമാ അമ്മുർ റജുലി സിൻവു അബീഹ്, നമ്മുടെ പിതൃവ്യന്മാർ, ഉപ്പയുടെ സഹോദരന്മാർ നമ്മുടെ ഉപ്പമാരെ പോലെ തന്നെയാണ്. നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ചെറുപ്പത്തിലും മുതിർന്നാലും നമുക്കുപകാരപ്പെടുന്ന മുത്തുകളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ഏറെ വിലയേറിയതാണ്. കാരണം അവർ അങ്ങേയറ്റം ദീർഘവീക്ഷണമുള്ളവരും ഏറ്റവും കൂടുതൽ അനുഭവ പരിചയ സമ്പത്തുള്ളവരും നമ്മുടെ ഗുണങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവരും നമുക്കുപകാരപ്രദമായ കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായ കാഴ്ചപ്പാടുള്ളവരുമാണ്. അതുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾ നാം രേഖപ്പെടുത്തുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും വേണം. നമ്മുടെ ഹൃദയം ആ ഉപദേശങ്ങളെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഏറ്റവും ഫലപ്രദമായി അവ നാം വിനിയോഗിക്കണം. കാരണം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവർ നമ്മോട് നടത്തുന്ന വസിയ്യത്തുകളാണ്. ആ ഉപദേശങ്ങളുടെ പ്രാധാന്യവും മഹത്വവും പിൽക്കാലത്ത് നമുക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. ആ വസിയ്യത്തുകളുടെ സൽഫലം ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയതുപോലെ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅ്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അടിയുറച്ച വേരുകളുള്ള ആകാശത്ത് പരന്ന ചില്ലകളുള്ള രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം സദാസമയവും ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തരമായ വൃക്ഷം പോലെയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.